മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഗുണനിലവാരമില്ലാത്ത മായം കലർന്ന വെളിച്ചെണ്ണ വിതരണം ചെയ്ത സംഭവത്തിൽ 7 ലക്ഷം രൂപ പിഴ ചുമത്തി. ഇടുക്കിയിലെ ആദിവാസി മേഖലകളിൽ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലാണ് മായം കലർന്ന വെളിച്ചെണ്ണ ഉൾപ്പെട്ടത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. വിശദാംശങ്ങളുമായി ബിനീഷ് ചേരുന്നു. ബിനീഷ്, ഇപ്പോൾ പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ആ ഭക്ഷ്യക്കിറ്റിലെ വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ മായം കലർന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റെന്തെല്ലാമാണ് വിവരങ്ങൾ? അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അനുപ്രിയ, സർക്കാർ നിരോധിച്ച കേര സുഗന്ധി എന്ന പേരിലുള്ള വെളിച്ചെണ്ണയാണ് ഈ മറ്റു ഭക്ഷ്യവസ്തുക്കൾക്കൊപ്പം കിറ്റിൽ ഉൾപ്പെടുത്തിയത്. ഈ വെളിച്ചെണ്ണ വിതരണ ഏജൻസി ഉടമയായ ഇടുക്കി ചെറുതോണി സ്വദേശി PA ഷിജാസിനെതിരെയാണ് ഈ ശിക്ഷാ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ഗുണനിലവാരമില്ലാത്ത മായം കലർന്ന വെളിച്ചെണ്ണ വിതരണം ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ ഇയാൾക്ക് 7 ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത്. ഇടുക്കിയിലെ പല ആദിവാസി ഊരുകളിലും വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലാണ് ഇത്തരത്തിൽ മായം കലർന്ന വെളിച്ചെണ്ണ കണ്ടെത്തിയത്. ഈ മായം കലർന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിരവധി ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരാതികളും ആക്ഷേപങ്ങളും എല്ലാം ഉയർന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇടുക്കി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതിക്കെതിരെ പിഴ ചുമത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവിട്ടത്. 15 ദിവസത്തിനകം ഷിജാസ് ഈ പിഴ അടയ്ക്കണം. അല്ലാത്ത പക്ഷം 1968 റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വാർത്തയാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം സർക്കാർ നിരോധിച്ച ഈ വെളിച്ചെണ്ണകളാണ് ഈ കേര സുഗന്ധി. ഇതെല്ലാം തന്നെ ഈ ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെടുത്തി വലിയ രീതിയിലുള്ള ലാഭം കൊയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത് ഇദ്ദേഹം. ഏതായാലും ഇദ്ദേഹത്തിന്റെ കർശന നടപടിയാണ് ഇപ്പോൾ ഈ ഇടുക്കി മജിസ്ട്രേറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. അനുപ്രിയ, സർക്കാർ നിരോധിച്ച വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് 7 ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ബിനീഷ് നൽകിയത്.